നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ ബ്ലോക്കേജസ് എന്താണ്, തടസ്സം എന്താണ് നോക്കാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ തടസ്സം, ബ്ലോക്കേജ്? ഓക്കെ, തടസ്സം, ബ്ലോക്കേജ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ്? എന്താണ് അവിടെ തടസ്സങ്ങൾ? 3 of swords, strength card, moon, 10 of swords, and 8 of pentacles, king of pentacles, 4 of swords. Okay, tower card, high priestess, justice, and 6 of cups, 7 of cups. Okay, ഇവിടെ നിന്ന് കാണുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ ഇടയിലുള്ള തടസ്സമാണ് നോക്കുക അല്ലേ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ബ്ലോക്കേജ് എന്താണ്? നിങ്ങളുടെ ലൈഫും റിലേഷൻഷിപ്പും മുന്നോട്ട് പോകാനുള്ള ബ്ലോക്കേജസ് എന്തൊക്കെയാണെന്നാണ്. ഇവിടെ 3 of swords ആണ് ആദ്യം തന്നെ. 3 of swords എന്ന് പറയുമ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യമാണ്, വിഷമത്തിൻ്റെ കാര്യമാണ്. അത് മാത്രമല്ല, ആക്ച്വലി തേർഡ് പാർട്ടി കൂടി പറയാം. നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസും ഉണ്ട്. സോ തേർഡ് പാർട്ടി പറയാം, കാരണം നേരത്തെയും അത് കാർഡ് ചാടി വന്നിരുന്നു. ഇടയിൽ തന്നെ ക്വീൻ ഓഫ് സോഡ്സ് പറഞ്ഞിരുന്നു. സോ തേർഡ് പാർട്ടി ഫാമിലി ആവാം, പാരൻസോ ആരെങ്കിലും തടസ്സമാവാം, അല്ലെങ്കിൽ വേറെ പേഴ്സൺ ആവാം. ഓക്കെ, എന്ത് തന്നെയായാലും ഓക്കെ. എന്തായാലും ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യമാണ് ആദ്യം തന്നെ സിറ്റുവേഷൻ കാണുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു ബ്രേക്കപ്പ്, സെപ്പറേഷൻ അങ്ങനെ വല്ലതും ആയിരിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു സൈലൻസ് എന്നും പറയാൻ വേണമെങ്കിൽ, അല്പം അകൽച്ച, മാറി നിൽക്കൽ എന്നൊക്കെ പറയാം. ടവർ കാർഡ് ഉണ്ട്. സോ മേ ബി നിങ്ങൾ, ആൻഡ് 4 of swords ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ഇവിടെ എനിക്കൊരു അകൽച്ചയാണ് ഫീൽ ചെയ്യുന്നത്, സെപ്പറേഷനാണ് ഫീൽ ചെയ്യുന്നത്. സ്ട്രെങ്ത് കാർഡ് ഉണ്ട്. ഒരു ഫൈറ്റ് നടന്ന പോലെ എന്ന് പറയാം. ഓക്കെ, ഒരു നമ്മൾ പറയില്ലേ, എന്താണ് പവർ സ്ട്രഗിൾ എന്നാണ് എനിക്കൊരു വാക്കിൻ്റെ വായിൽ വന്നത്. എന്ന് വെച്ചാൽ ആരാണ് എന്താ പറയുക, ഞാൻ ജയിക്കോ നീ ജയിക്കോ എന്ന് പറഞ്ഞ പോലെ ഒരു പവർ സ്ട്രഗിൾ ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എത്തി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇമോഷണലായിട്ട് കാണുന്നുണ്ട്. ആക്ച്വലി ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്ന് പറയാം നമുക്കിവിടെ. നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. വല്ല തേർഡ് പാർട്ടി ഉള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിലുള്ള ചില കാര്യങ്ങൾ മറഞ്ഞിരുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. എന്തു തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെ ഇമോഷണലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 10 of swords ഉണ്ട്. സോ ഒരു വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ നിങ്ങൾ തമ്മിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് രണ്ടുപേരും തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് നിങ്ങൾ തമ്മിൽ അത്രത്തോളം മേ ബി നിങ്ങൾ രണ്ടുപേരും വർക്ക് പ്ലേസിൽ ഒപ്പം വർക്ക് ചെയ്യുന്നവരായിരിക്കാം. കാരണം 8 of pentaclesഉം കിങ് ഓഫ് pentaclesഉം ഉണ്ട് ഇവിടെ. നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഒരേ സ്ഥലത്ത് ജോലി അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിൽ വന്ന ചില കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ചിലവർക്ക് ഇവിടെ പേഴ്സൺ മാരീഡ് എന്ന രീതിയിലും എടുക്കാം. അത് കിങ് തന്നെ ആവണമെന്നില്ല, ക്വീനും ആവാം. ഓക്കെ, മേ ബി മാരീഡ് പേഴ്സൺ ആയിരിക്കാം, ആ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ആൻഡ് ഇവിടെ സെപ്പറേഷൻ്റെ റീസൺ എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രഗിൾ വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം വാക്ക് തർക്കം ആ രീതിക്ക് പറഞ്ഞ് പരസ്പരം ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് രണ്ടുപേരും അത്രത്തോളം ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ ബിഹേവ് ചെയ്തിട്ടുണ്ട്. ടവർ കാർഡ് ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് എന്ന രീതിയിലാണ്. മേ ബി ഇപ്പോൾ സെപ്പറേഷൻ, ടോട്ടൽ സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ സെപ്പറേഷൻ നോക്കാം. ഞാൻ കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം. ഹൈ പ്രീസ്റ്റസ് ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിയുടെ കാര്യമാണെങ്കിൽ നിങ്ങളോട് ന്യായമായത് നടന്നില്ല എന്ന് പറയാം എനിക്ക്. ഓക്കെ, അതായത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ ചെയ്ത ന്യായമല്ല. ഓക്കെ, ആ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിൽ തർക്കം വന്നത്.
നിങ്ങളോട് ന്യായമായത്. അവർ എന്തെങ്കിലും പ്രോമിസസ് വാക്കുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം, ആ വാക്ക് അവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് തേർഡ് പാർട്ടി കാരണമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാമെന്ന് പ്രോമിസ് ചെയ്തിട്ട് ചിലപ്പോൾ അവർ തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ടാവും, പക്ഷെ അത് വന്നില്ല അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, ആൻഡ് ഇവിടെ 6 ഓഫ് കപ്സ് മിസ്സിങ് എനർജി പറയാം. 7 ഓഫ് കപ്സ് വേറെ ഓപ്ഷൻ. യെസ്, അവരുടെ ലൈഫിൽ വേറെയും പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു. ഓക്കെ, മേ ബി അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അറിഞ്ഞപ്പോഴായിരിക്കാം നിങ്ങൾ ഇഷ്യൂ ആയത്. അല്ല, ചിലപ്പോൾ ഓൾറെഡി അറിയുകയാണെങ്കിൽ തന്നെ അവർ നിങ്ങളോട് പ്രോമിസസ് തന്നിട്ടുണ്ടാവും. ദറ്റില്ല, ഞാൻ അവരെ മാറ്റിയിട്ട് ഈ ഒരു വേറെ എൻ്റെ ലൈഫിൽ നിന്ന് എല്ലാ ഓപ്ഷനും മാറ്റി നിങ്ങളെ ചൂസ് ചെയ്യാമെന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അവർ ആ ചോയ്സ് എടുത്തില്ല. ഓക്കെ, അങ്ങനെയും കാണുന്നുണ്ട്. ബ്ലോക്കേജസ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് തേർഡ് പാർട്ടി തന്നെയാണ്. വേറൊന്ന് പണത്തിൻ്റെ കാര്യവും ആയിരിക്കാം മേ ബി. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം അവരുടെ ലൈഫിൽ, അങ്ങനെയാവാം. ചിലവർക്ക് ഇവിടെ അതും ആവാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ലേശം സ്ട്രെസ്സിലോ കാര്യത്തിലോ ആണെങ്കിൽ അവർ ഒരു 10 ഓഫ് സോർട്സ് അവർ അതായത് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുമായിട്ട് മുന്നോട്ട് അവർക്ക് ഫ്യൂച്ചർ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, നോക്കട്ടെ എന്താണ് നിങ്ങൾ തമ്മിൽ വേറെന്താണ് തടസ്സം, എന്താണ് റീസൺ. 10 ഓഫ് വോൺസ് വീണ്ടും ഉണ്ട്. അവരുടെ മേലെ ഒരുപാട് ബേർഡൻ ഉണ്ട് എന്ന് തന്നെയാണ്. അഗെയിൻ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, ഹാങ്മാൻ ആണ്. ഓക്കെ, അവർ ലൈഫിൽ സ്റ്റക്കാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ സ്റ്റക്കാണ്. അവരുടെ മേലെ ചില ബേർഡൻ ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അഗെയിൻ 10 ഓഫ് സോഡ്സും 10 ഓഫ് വോൺസും രണ്ടും പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മേലെ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഫാമിലിയുടെ ആയിരിക്കാം, കാരണം ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നമ്മൾ രണ്ട് സിറ്റുവേഷനിൽ ഈക്വലായിട്ട് കൊടുക്കുക എന്ന രീതിക്ക് പറയും. അവരെ നിങ്ങളെയും അവരുടെ ഫാമിലിയും തമ്മിൽ മാനേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫാമിലി എന്ന് പറയുമ്പോൾ എന്തും ആവാം. ചിലവർക്ക് മാരീഡ് കുട്ടികൾ അങ്ങനത്തെ രീതിയിലാവാം, ചിലവർക്ക് വേറെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് എന്ന രീതിക്കും എടുക്കാം. ബ്രദർ സിസ്റ്റർ ഫാമിലി അച്ഛനമ്മ അങ്ങനെയാവാം. ഓക്കെ, പക്ഷെ അവർ അതിൽ സ്റ്റക്കാണ്. അവരുടെ ലൈഫ് ഐ തിങ്ക് ആ കാര്യങ്ങളിൽ സ്റ്റക്കാണ്. ഓക്കെ, ഏസ് ഓഫ് സോഡ്സ് 2 ഓഫ് കപ്സ്. ആക്ച്വലി നിങ്ങളുമായിട്ട് ശരിക്കും അവർക്കൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. ആൻഡ് അത് മാത്രമല്ല, അവർ ഞാൻ പറഞ്ഞ പോലെ അവർ നിങ്ങൾക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് മുന്നോട്ട് നമ്മൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആവും എന്ന രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ അതവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരിപ്പോൾ ഒരു സ്റ്റക്കിലാണ് അവർ നിൽക്കുന്നത്. ഒരു ആക്ഷൻ എടുക്കണം ശരിക്കും അവർ, പക്ഷെ അത് എടുക്കുന്നതായിട്ട് എനിക്കിവിടെ തോന്നുന്നില്ല. അതുകൊണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ബ്ലോക്കേജസ് കാണുന്നത്. ഫൈനാൻഷ്യലും ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ചിലവർക്ക് തേർഡ് പാർട്ടി ഓൾറെഡി മാരീഡ്, അങ്ങനത്തെ കാര്യങ്ങളും പറയാം. 7 ഓഫ് കപ്സ് വീണ്ടും അത് തന്നെയാണ്. ഓക്കെ, എംപറർ. യെസ്, മോസ്റ്റ്ലി മാരീഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ ഓപ്ഷൻസ് എന്ന് മാത്രമല്ല അവരുടെ ലൈഫിൽ വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട് അവർക്ക് ചെയ്യാൻ എന്ന രീതിയിലാണ്. ഇതാണ് ബ്ലോക്കേജ് മെയിനായിട്ട്. ഓക്കെ, 10 ഓഫ് കപ്സ് ഫാമിലി, അഗെയിൻ 9 ഓഫ് കപ്സ് ഫാമിലി. ബ്ലോക്കേജസ് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് ഫ്യൂച്ചർ, അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, കമ്മിറ്റ്മെൻറ്റ് തരണം എന്നെവിടെ ഓരോ മനസ്സിലുണ്ട്. പക്ഷേ അവർ ചില കാര്യങ്ങളിൽ സിറ്റുവേഷനിൽ സ്റ്റക്കാണ് അവർ. ഓക്കെ, അവർക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ അതിനുള്ളൊരു സാഹചര്യം ഇല്ല അവർക്കിപ്പോൾ. ഓക്കെ, ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യണം, അവർ മേലെയുള്ള റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്യണം, കുട്ടികളാവാം, ഫാമിലി ആവാം. ഓക്കെ, അതിലൊക്കെ അവർ പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അച്ഛനമ്മമാരൊക്കെ ആണെങ്കിലും അവരുടെ റെസ്പോൺസിബിലിറ്റി ഇവരെ മേലെയാണ്. കരിയറിൻ്റെ കാര്യത്തിലും മേ ബി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, അവർക്ക് കരിയർ ഗ്രോത്ത്, അങ്ങനെ ഫൈനാൻഷ്യലി അവരൊരു നല്ല സിറ്റുവേഷൻ അല്ല. അപ്പോൾ എല്ലാം കൂടി അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടാവാം. ഓക്കെ, പക്ഷേ എവിടെയോ എനിക്ക് ഇവിടെ പറയാം, മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത് ഐ തിങ്ക് നിങ്ങളെ അവർ ഒരു വാക്ക് തന്നിട്ട് അവർ പാലിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ആക്ഷൻ എടുക്കേണ്ട അവിടെ എന്താ പറയുക, എന്ത് സിറ്റുവേഷനിലും നമ്മൾ ഒന്നിച്ച് നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ചെയ്യാം ശരിക്കും. ബ്ലോക്കേജ് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൂടി കുറച്ച് ഗൈഡൻസ് ആയിട്ട് കിട്ടുമോ നോക്കട്ടെ. ഈ ബ്ലോക്കേജസ് മാറുമോ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം അല്ലേ. ബ്ലോക്കേജസ് മാറുമോ? സിക്സ് ഓഫ് വോൺസ് ഉണ്ട്. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് നമുക്കൊരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട് ഇവിടെ. ഓ വാവ്, വെരി നൈസ്. തീർച്ചയായിട്ടും. ഓക്കെ, തേർഡ് പാർട്ടി തന്നെയാണ് ഇവിടെ കൂടുതലും ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, അവർ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി എന്ന രീതിയിൽ തടസ്സങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ ചാടി വന്ന ആദ്യം തന്നെ എടുത്തപ്പോൾ തന്നെ ചാടിയ കാർഡായിരുന്നു. ഓക്കെ, സോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അത് ഫാമിലി തടസ്സമാവാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ആഗ്രഹമില്ലാത്ത ഫാമിലീസ് ആയിരിക്കാം.
ചിലവർക്ക് മാരീഡ് ആയിരിക്കാം, അവർ രണ്ടും ആണെങ്കിലും ആക്ച്വലി ഇവിടെ നിങ്ങൾ തമ്മിൽ മുന്നോട്ടൊരു മൂവ്മെൻറ്റ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് 6 of Wands സക്സസ് ആണ്, ഹാപ്പിനെസ് ആണ്. ഓക്കെ, ഒരു ജയിച്ചു എന്ന രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്ററിലേക്ക് പോകും, നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന് പറയാം. ആൻഡ് മൂവ്മെൻ്റ് ആണ്, മുന്നോട്ട് പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഇതിവിടെ ഒരു പോസിറ്റീവ് സൈൻ ആണ് നമുക്ക് കിട്ടുന്നത്. ചാരിറ്റി എന്ന് പറയുമ്പോൾ മൂവ്മെൻ്റ് ആണ്. റിലേഷൻഷിപ്പ് അവർ സ്റ്റക്കായി നിൽക്കുന്നത്, അതിൽ നിന്നൊരു മാറ്റം വരും, അവർ കുറച്ച് മൂവ്മെൻറ്റ് വരും അവരുടെ ലൈഫിൽ എന്ന് പറയാം. 2 of Cups നിങ്ങൾ തമ്മിൽ അഗൈൻ സോൾമേറ്റ് കാർഡ് വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ തമ്മിൽ യൂണിയൻ എന്ന് നിങ്ങൾ മാരേജ് എല്ലാവർക്കും പോസിബിൾ ആണോ എന്നറിയില്ല. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും ഐ തിങ്ക് നിങ്ങൾ ഒന്നാണ്. ഓക്കെ, ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചിലപ്പോൾ ഒരു മാരേജ് നടക്കാം. ഓക്കെ, അതെല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മാറ്റം പ്രതീക്ഷിക്കാം. ഓക്കെ, സക്സസ് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്റ്റക്കാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിലിപ്പോൾ തടസ്സങ്ങൾ അതൊക്കെയാണ്, അത് മാറും എന്ന് നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാം. മുന്നോട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ, കുറച്ച് അഡ്വൈസ് കൂടെ എടുത്തേക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് തരുന്നത്, എപ്പോഴും ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിറ്റുവേഷൻസ് എല്ലാം അതിൻ്റേതായ സമയങ്ങളെടുക്കും. സോ അതുവരെ നിങ്ങളിങ്ങനെ കാത്ത് കരഞ്ഞിരിക്കരുത്. ഒരിക്കലും നിങ്ങളുടെ ലൈഫ് കൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, ആള് വരും എന്നൊക്കെ പറയുന്നുണ്ട്, ആ പറഞ്ഞിട്ട് പക്ഷെ നമ്മളിങ്ങനെ കാത്തിരിക്കാനുള്ളതല്ല. ദ സ്റ്റോറി ടെല്ലർ, ഓക്കെ, ഗ്രേറ്റ് ബിഗ് ലവ്, ഓക്കെ, സീയിങ് ബിയോണ്ട്, ബേർഡ്സ് ഓഫ് എ ഫെദർ, into me I see and willing release, perfect harmony. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു ഹാർമോണിയസ് യൂണിയനിൽ എത്തുമെന്നെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വന്ന് നിങ്ങൾ തമ്മിൽ മുന്നോട്ടൊരു പീസ്ഫുൾ ആയിട്ട് നിങ്ങൾ തമ്മിലൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നെങ്കിലും പറയാം. ഇപ്പോൾ ചിലപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിച്ചാവാനുള്ള ഒരു സാധ്യത എന്തായാലും കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വന്ന് കാര്യങ്ങളെ ഒന്ന് പറഞ്ഞ് സമാധാനത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. വില്ലിങ് റിലീസ്, ഓക്കെ, നിങ്ങൾ തൽക്കാലം ഇതിനെ റിലീസ് ചെയ്ത് വിടുക, ഈ സിറ്റുവേഷൻ. ഓക്കെ, ഇതിൽ സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കാതിരിക്കുക. ഓക്കെ, അതിനെ റിലീസ് ചെയ്ത് വിടുക, യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സിനോട് പറയാതെ എനിക്ക് നല്ലതാണെങ്കിൽ, എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് കൊണ്ടുതരാം. ഓക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ വിട്ടേക്കുക. ഓക്കെ, അതിൽ തന്നെ ഞാൻ പറഞ്ഞു, സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോകണം മുന്നോട്ട്. ജോലിയില്ല, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫാമിലി എല്ലാം നിങ്ങൾ നോക്കണം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ട കടമയാണ്. അത് നിങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരില്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മളുടെ കടമകളുണ്ട്, അത് നമ്മൾ ചെയ്യാതെ ഇരിക്കരുത് ഒരിക്കലും. റിലീസ് ചെയ്ത് വിടുക യൂണിവേഴ്സിന്. ഈ ടെൻഷൻസ് എല്ലാം യൂണിവേഴ്സിനെ റിലീസ് ചെയ്ത് വിടുക. സ്റ്റോറി ടെല്ലർ എന്നുണ്ട്. എനിക്ക് ഇവിടെ തോന്നുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, വിഷ്വലൈസിങ് മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, വിഷ്വലൈസിങ് അല്ലെങ്കിൽ ജേർണലിങ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഞങ്ങളെല്ലാം ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആയിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് സ്വയം ഒരു കഥ ആലോചിച്ചുണ്ടാക്കാം. ഓക്കെ, കഥ ആലോചിച്ചുണ്ടാക്കി അത് നിങ്ങൾ അത്രത്തോളം മൈൻഡിൽ അത് കൊണ്ടുവരണം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് മൈൻഡിൽ ഇടയിൽ കയറി വരാൻ വിടരുത്. ഓക്കെ, ഇത് നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കാം, അല്ലെങ്കിൽ എഴുതി നിങ്ങൾക്കൊരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് എഴുതാം. ഫ്യൂച്ചർ ഞങ്ങൾ ഓൾറെഡി ഒന്നിച്ചാണ്, ഞങ്ങൾ ഹാപ്പി ആയിരിക്കുന്നു, ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോകണു അങ്ങനെ പോകണു എന്നൊക്കെ നിങ്ങൾക്ക് സങ്കല്പിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി വന്നു ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി എന്നൊന്നും എഴുതാൻ നിൽക്കരുത്, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണം എന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്താൽ അതുപോലെ നടക്കും. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് എത്ര പോസിറ്റീവാണ് അതുപോലെ ഇരിക്കും. ഇത് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. ഞാൻ ഈ ഒരു ദിവസം വേണമെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് ഓരോ മെത്തേഡ്സ് പറഞ്ഞുതരാം. ക്ലാസ് ഉണ്ട്, ആക്ച്വലി ഞാൻ പഠിപ്പിക്കാറുമുണ്ട്. നോക്കട്ടെ, അത് ക്ലാസ് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയാം, മാനിഫെസ്റ്റേഷൻ മെത്തേഡിൻ്റെ പറയാം. ഗ്രേറ്റ് ബിഗ് ലവ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. ഓക്കെ, ഇത് നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവും. അത് അങ്ങനത്തെ ഒരു സ്നേഹമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സീയിങ് ബിയോണ്ട്, നിങ്ങളുടെ തേർഡ് ഐ ചക്ര നിങ്ങൾ യൂസ് ചെയ്യുക, ഇൻറ്റ്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ അറിവുണ്ട്. സോ ആക്ച്വലി നമ്മുടെ നേരത്തെ ഹൈ പ്രീസ്റ്റസ് വന്നത് സ്പിരിച്വാലിറ്റിയുടെ കാര്യം പറയാറുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി ഗ്രോ ചെയ്യുക, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, പ്രാർത്ഥനകൾ, പ്രേയേഴ്സ്, യൂണിവേഴ്സുമായിട്ടുള്ള എനർജീസിലേക്ക് കണക്ട് ചെയ്യുക, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ബേർഡ്സ് ഓഫ് എ ഫെദർ, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വരും. ഓക്കെ, നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന, നിങ്ങൾ ഒരേ ജേർണിയിലുള്ള ആൾക്കാർ നിങ്ങളെ സഹായിക്കാനെത്തും. ഓക്കെ, അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും തനിച്ചായി പോകുമെന്ന് വിചാരിക്കരുത്. എപ്പോഴും അതിന് വേണ്ട ആൾക്കാരെ നമ്മുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരും. ഇൻ ടു മീ ഐ സി, ഇത് രണ്ടും വളരെ സിമിലർ ആണ്.
ആക്ച്വലി സീയിങ് ബിയോണ്ട് എന്നാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്ന രീതിയിലാണ്. ഇവിടെ പറയുന്നത് ഇൻ ടു മീ ആസ് ചെയ്യാണ്, പക്ഷെ രണ്ടും ഒരേ സംഭവമാണ്. ഓക്കെ, നമ്മൾ ആദ്യം അവനവനിലേക്ക് നോക്കി തുടങ്ങുമ്പോഴാണ് നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാവാൻ തുടങ്ങുക. സോ ഇവിടെ മെഡിറ്റേഷൻ്റെ കാര്യം വളരെ അതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ അതിൽ ചെയ്യാൻ തുടങ്ങുക. ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ നമ്പേഴ്സ് 17 ആണ്. 8, 17, 26, അഗെയിൻ 8 ഉണ്ട്. 36, 9, 25, 7, 8 വീണ്ടും. ഓക്കെ, സോറി, 8 ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ 33 ഉണ്ടായിരുന്നു, ഇവിടെ 11 ഉണ്ട്. സോ റിപ്പീറ്റഡ് നമ്പേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം. 49, 10, 13 അല്ലേ, 13 ആണ്, 4 ആണ്. സോ ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ഓക്കെ, സോ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ആൻഡ് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടി കരഞ്ഞ് തീർക്കാനുള്ളതല്ല. പ്ലീസ് അത് ഓർമ്മ വയ്ക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.